ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് വളാഞ്ചേരി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒന്ന് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നമുക്ക് വളാഞ്ചേരി എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഷെയ്ക്കായി പോകും. ഓട്ടോറിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് നടക്കാണ്ട് കേട്ടോ. ഇങ്ങനെ പാടവരത്ത് കൂടെ ഇങ്ങനെ നടക്കാണ്ട് ഒരു 10 മിനിറ്റ് നടക്കാണ്ട്. ഭയങ്കര രസമാണ് ഇതൊക്കെ. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇനിയിപ്പോൾ അഥവാ ഓട്ടോറിക്ഷ കണ്ടാലും ഞങ്ങൾ കയറാൻ മെനക്കെടാറില്ല കേട്ടോ. ഞങ്ങളിത് കൂടെ നടന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഈ വരുമ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് കാണുന്നു ഒരു വെല്ലിപ്പ് വരുന്നുണ്ടോ, അവരുടെ ആ റോഡ് അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് 10 രൂപ കൊടുത്താൽ വളാഞ്ചേരിക്ക്. അധികമില്ല. ശരിക്കും നടക്കാനാണെങ്കിൽ നടക്കാൻ കുറച്ചധികം ഉണ്ട് കേട്ടോ. നടക്കണ്ട, നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോവും. പിന്നെ ഇവിടെ നമുക്ക് ഈ നേരത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റമൈനല്ല, 2 മൈനേനെ കാണാൻ പറ്റും. എനിക്ക് ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് 2 മൈനേനെ കാണുന്നവരെ ഞാൻ എത്ര ദൂരം വേണമെങ്കിലും നടക്കും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ 2 മൈനുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം സീനില്ല. പക്ഷെ ഒറ്റമൈനേനെ കണ്ടാൽ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം മൊത്തം മൂഡ് ഓഫാണ്. ഇങ്ങനെ വല്ല അന്ധവിശ്വാസമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ, എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ നടന്നിട്ട് റോട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടോ. ഓട്ടോയിലാണ് നമ്മൾ പോയത്. അങ്ങനെ വളാഞ്ചേരി എത്തിയിട്ട് നേരെ നമ്മൾ പരാഗിലേക്കാണ് കേട്ടോ പോണത്. പരാഗിൽ പോയിട്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. നമ്മൾ പരാഗിൽ നിന്നാണ് മിക്ക റണ്ണിങ് മെറ്റീരിയലും എടുക്കാറ്. അവിടെ നല്ല കളക്ഷനും ഉണ്ട്. പിന്നെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ നോക്കി അവിടുന്ന് നേരെ ഞങ്ങൾ ഫാൻസിയിലാട്ടോ പോയത്. മോൾക്ക് സ്റ്റെഡും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അവിടുന്ന് അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ KR പോയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളും ചായയും പപ്സും കഴിച്ചു. മോനുള്ളത് നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് പോരുകയും ചെയ്തു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ നമുക്ക് കപ്പ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ മീൻകറി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിള്ളേരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകിട്ട് കപ്പയും മീൻകറിയും വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കപ്പയൊക്കെ വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കപ്പയൊക്കെ റെഡിയാക്കണ വീഡിയോ കാണാം കേട്ടോ. നമ്മളിന്ന് ഈവനിങ് വ്ലോഗാണ് കേട്ടോ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മൾ ഇന്നലെ മീൻകറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മീൻകറി ഉള്ള കാരണം തലക്കറി വെച്ചത് ഉണ്ടായതുകൊണ്ട് നമുക്കിന്ന് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറേ ഒന്നും ഉണ്ടാക്കണില്ല, വൈകിട്ടത്തേക്ക് ആയതുകൊണ്ട് കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പപ്പുഴുക്ക് റെഡിയാക്കാം. മീൻകറി ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് ഞാൻ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കട്ടെ കേട്ടോ. നല്ല മഴയുണ്ടോ ഇവിടെ. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയാണ്. അപ്പോൾ കപ്പപ്പുഴുക്കും ചായയും മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാനൊരു കൊതി. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് വേഗം റെഡിയാക്കിയിട്ട് ബാക്കി കാണാം കേട്ടോ. കപ്പല്ലേ വെള്ളം വറ്റി പൊട്ടയാണോ ഇല്ലേ എന്നുള്ളത് വെച്ച് നോക്കി അറിയാം. ഇതില്ല, ഉണങ്ങിയ കുറച്ച് അതിൻ്റെ ഇതൊക്കെ തോലൊക്കെ ഡ്രൈ ആയിരുന്നു. ഇതൊക്കെ കഴുകിയെടുത്തു കേട്ടോ. ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു. ഇനി ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കൊത്തിയിടാം. അപ്പോൾ ഇത് പിന്നെ ഉടച്ചെടുത്താൽ മതി. എന്തായാലും നമുക്ക് ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ നാരൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊത്തിയിടാം. ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൊത്തി, അല്ലാണ്ട് ചെറുതാക്കണ്ട, നമ്മൾ കുക്കറിൽ ഇട്ടിട്ടല്ലേ വേവിക്കണേ. അപ്പോൾ എന്നാലും ഒന്നിങ്ങട് പീസാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തം കുക്കറിലേക്ക് തട്ടുക, എന്നിട്ട് ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ലേശം ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് പാകത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അടച്ച് വെക്കുക. ഇവിടെ മുടക്കട്ടെ. ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതൊക്കെ ഞാൻ കഴുകിയെടുത്ത് വെച്ചതാട്ടോ. ഒരു 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, വലുതാണേ, ചെറുതാണെങ്കിൽ 2 വെളുത്തുള്ളി, ഒരു 2-3 ചെറുള്ളി, പിന്നെ നാളികേരം. അത് ചേർത്ത് കേട്ടോ. ഇത് കഴുകിയെടുത്തിട്ട് കേട്ടോ.
കുറച്ച് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു പിഞ്ച് ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, ജീരകം ഇട്ട് കൊടുത്തു. നമുക്കിത് അരയ്ക്കാം കേട്ടോ. 2 തണ്ട് വേപ്പില, 2 തണ്ടല്ല കേട്ടോ, 1 തണ്ട് വേപ്പില. ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചാൽ മതി. മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നാണ് ഒതുക്കിയെടുക്കുക. കുരുമുളക് ചേർക്കണവരുണ്ട് കേട്ടോ, നമ്മൾ ചേർക്കാറില്ല, ഇത്രേ ചേർക്കാറുള്ളൂ. ഇതൊന്ന് ചതയ്ക്കണം. അരപ്പ് റെഡിയായി. ഇനി നമുക്ക് കപ്പ വിസിൽ വരട്ടെ, അത് വരെ വെക്കില്ല കേട്ടോ. കപ്പ ഒന്ന് വേവട്ടെ. ഇനി കപ്പ വെന്തിട്ട് നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ കാണാം കേട്ടോ. തുറന്ന് നോക്കാം. അതിൻ്റെ സ്റ്റീമൊക്കെ കൊടുത്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കപ്പയാണോ ചോദിച്ചാൽ അല്ല, നല്ല പാൽക്കപ്പ പോലത്തെ അല്ല, എന്നാലും വെന്തു. വേവാണ്ട് ഇങ്ങനൊരു ഇതുപോലെ കിടക്കുന്നുള്ളത് കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ വെന്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉടകിലുണ്ട് എന്തായാലും. ഒരു മിനിറ്റ് ഞാൻ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. നീ സ്മെല്ലുണ്ട് നല്ലോണം. പൊട്ടിട്ടൊന്നും മഞ്ഞില്ല. അരപ്പിട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പൊന്നും ഇങ്ങോട്ട് ഒന്ന് അടച്ചു വെച്ച് വേവേണ്ട ഒരു ടൈമേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് റെഡി. എല്ലായിടത്തും ചേർന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇതൊന്ന് അടച്ച് വയ്ക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് 2 വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട്, കുറച്ച് വേപ്പില തണ്ട്, ഒരു ലേശം വെളിച്ചെണ്ണ നമുക്ക് അടച്ച് വെച്ചൊന്ന് അരപ്പ് വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്തിരി നേരം നടക്കാം. ഇനി നമുക്കിതൊന്ന് താളിക്കാം. താളിക്കാണ്ട് എടുക്കാം, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം. പക്ഷെ താളിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമുക്ക് ഏതായാലും ഇത്രയും ചെയ്തില്ലേ, താളിക്കുമ്പോൾ ചെയ്യാം. ചട്ടി ചൂടോട്ടെ. അപ്പോഴേക്കും നമ്മൾ ഇന്നലെ വെച്ച മീൻകറി ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു, ഇരുന്ന് പറ്റി കുറുകിയിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുക. കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി. ഇനി നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് വേപ്പിലൂടെ ഒഴിച്ചിട്ട് ഓക്കെ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കപ്പയിലേക്ക് ഒഴിക്കണേ. ഇനി ഇതൊന്ന് ഇളക്കി സെറ്റ് ചെയ്യാം. ഇതൊന്ന് അടച്ച് വെക്കട്ടെ. അതിൻ്റെ അരപ്പിലേക്ക് നമ്മൾ എന്ത് വിട്ടാലും വറവിടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വേണം എല്ലാം കൂടെ അതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒന്ന് തുടച്ച് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ കഴിക്കാം അല്ലേ പൂജിട്ടേ? നല്ല ചൂടുണ്ട്. കറി തല വേണ്ടേ പൊന്ന? ഇതിൻ്റെ മേലോട്ട് ഒഴിക്കാം.
എന്നിട്ട് മീൻ വറുത്തത് എടുക്കണം. വേണോ? 2 കഷ്ണം വയ്ക്കാം. ഒരു മിനിറ്റ്. 2 കഷ്ണം മീൻ വറുത്തത് കഴിച്ചോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട് ഉള്ളത് ടീച്ചുണ്ടാവും. അടിപൊളിയാണ് അത്ര കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.